പാപ്പായും ഉമ്മായും മക്കളെ കുറിച്ച് പറയാ, ഒന്നോ എന്റെ പൊന്നുമോൻ ഇപ്പൊ നല്ല ഡേറ്റിലെ ഉസ്താദെ, എന്താ കണ്ടില്ല അവൻ നല്ല മെലിഞ്ഞ് നല്ല റാഹത്തായിട്ട്, മോളാണെങ്കിൽ കറക്റ്റായിട്ട് ഡേറ്റ് ഒന്നും അല്ല, കഞ്ചാവ് അടിച്ചാൽ ഇങ്ങനെ ഇരിക്കും, അതാദ്യം മനസ്സിലാക്കണം. ഉമ്മ മെലിഞ്ഞുണങ്ങിയിരിക്കും. മക്കള് ഡേറ്റാന്നും പറഞ്ഞ ഉമ്മ ഇരിക്കുന്നത്, ഡേറ്റൊന്നും അല്ല, അവർക്ക് കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശരീരം മെലിഞ്ഞുണങ്ങും, എല്ലൊക്കെ വെളിയിലേക്ക് ഉന്തും. അപ്പായുമായി ശരിക്കും മനസ്സിലായിക്കും. ഈ സിന്തറ്റിക് ലഹരിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സാധാരണയുള്ളതാകുന്ന ലഹരി പോലെയല്ല. കള്ളൊക്കെ അടിച്ചാല് മൂക്കൊക്കെ പൊത്തിക്കൊണ്ട് നടക്കും. ഇതിപ്പോ ഒരു കുഴപ്പമില്ല, ഒരു മണവും പുറത്തേക്ക് വരുന്നില്ല, ഒരു ദുർഗന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അടിച്ചിട്ടുണ്ടോന്നൊന്നും അറിയില്ല. കണ്ണുമൊക്കെ നല്ല റാഹത്ത്, മൂങ്ങാടെ കണ്ണു പോലെ സെറ്റായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, നല്ല റാഹത്താണ്. അപ്പൊ ഇവനെ കാണുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. പാപ്പായുമാർ വന്നു, നമ്മുടെ മോന് നല്ല റാഹത്തുള്ള മോനാണ്, ഒരു കുഴപ്പമില്ലെന്ന് കരുതും. ഇടയ്ക്കിടയ്ക്ക് അവനെ കൊണ്ട് ഊതിക്കും, അവൻ ശരിക്കും ഊതി കൊടുക്കും. പാപ്പായ മന്ത്രിച്ച് ഊതിയെ കൊടുക്കുക, ഒരു മണവും ഇല്ല, റാഹത്താണ്. അപ്പൊ നമ്മുടെ മോൻ നല്ല കുഞ്ഞാന്ന് കരുതിയിരിക്കുക. സംഭവം ഇവനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയ ഐറ്റം. ഇതാണ് ഏറ്റവും വലിയ അപകടമുള്ള സാധനം. എക്സൈസ് ഉദ്യോഗസ്ഥർ മിനിഞ്ഞാന്ന് പത്രത്തിലുണ്ടായിരുന്നു, കണക്കവരിട്ടു. ഏകദേശം 12,464 ആളുകളാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലഹരി മുക്ത ജീവിതം നയിക്കാൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററിൽ വന്നത്. അതിൽ 10,000-ഓളം വരുന്നതാകുന്ന ആളുകൾ വിദ്യാർത്ഥികളായിരുന്നു. അവരൊക്കെ തന്നെ സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെട്ടവർ, അഥവാ ഇത്തരത്തിലുള്ള MDMA LSD അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന മക്കളാണ്. എന്ന് പറഞ്ഞാൽ 2000 ആളുകളെ എന്തുള്ളൂ, കള്ളുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുള്ളൂ, ഡി അഡിക്ഷൻ സെന്റർ വന്നു. ബാക്കിയൊക്കെ ഏതായിരുന്നു? MDMA LSD ആയിരുന്നു എന്നർത്ഥം. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവും. കള്ളൊക്കെ പോയി, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, അതൊക്കെ വാല്യാപ്പന്മാർക്കുള്ളായിരുന്നു, അവരെ കാട്ട അടിച്ച് തീർന്നു. ഇപ്പൊ പിള്ളേർ നല്ല സെറ്റായിട്ട് നടക്കണം, പുതിയ തലമുറയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കുത്തി കൊടവേറ് വെളിയിലിട്ടേക്കും, അങ്ങനത്തെ സീമാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളായി മാറിയിരിക്കുക, എപ്പോഴും ദേശീയ. അതല്ലേ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു അധ്യാപകൻ മകനെ ഉപേക്ഷിക്കാൻ, അപ്പോഴത്തേക്ക് അവൻ തന്നെ മൊബൈൽ പിടിച്ചു വെച്ചതിന് അവൻ പറയാം, പുറത്തോട്ട് ഇറങ്ങ്, ഹൈവാനെ കാണിച്ചു തരാം, നിന്നെ തീർക്കുമെന്ന്. അങ്ങനെയുണ്ട്. ഇതാണ് പുതിയ കുട്ടികൾ. ആരോട് പറയാനാണ്? എവിടെ എത്തി നമ്മുടെ മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. അധ്യാപകരോട് പറയാ, പുറത്തോട്ട് ഇറങ്ങ്, അതാണ് നിന്നെ തീർക്കുമെന്നാ പറയുന്നത്, പുറത്തോട്ട് നീ ഇറങ്ങി കാണിച്ചു തരാം. ആലോചിച്ചു. എല്ലാം എന്തായാലും നമ്മുടെ കൗമാണ്, അതെന്തായാലും റാഹത്താണ്, വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കാം. ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയില് മെഡിക്കൽ വിദ്യാർത്ഥിയാകുന്ന ഒരു സഹോദരനെ പിടിച്ചു. MDMA കൈവച്ചതിന് വേണ്ടി. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നമാണ്. MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി കഴിഞ്ഞു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ അയാൾ ഡോക്ടറാ, ആളുകളെ ചികിത്സിക്കേണ്ടവനാ. ഇത്തരത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കൗമാണാര്? ഡോക്ടർമാര്. അവരാണ് ആളുകളെ ശുശ്രൂഷിക്കുന്നത്. മാരകമാകുന്ന ക്യാൻസർ വന്നാൽ പോലും ചികിത്സിക്കുന്ന ആരാ? MBBS പഠിച്ചവരാ, ജനറൽ നഴ്സിംഗ് പഠിച്ച ആളുകളാ. അവനെ MDMA അടിക്കുന്നതിൽ പിടിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, എത്ര പേരുണ്ട് നിന്റെ കൂട്ടുകാർ? അപ്പൊ കൂട്ടുകാരുടെ എണ്ണമൊക്കെ പറഞ്ഞു. അവന്മാരെല്ലാം അടിക്കുന്നവരാന്ന് പറയാ. 4 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ജമാഅത്തായിട്ട് ഇത് അടിച്ചുകൊണ്ടിരിക്കുക. ആ പറഞ്ഞതിൽ 38 പേരോളം പേര് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 33 പേരും നമ്മുടെ കൗമാണ്. നമ്മുടെ കൗമിന്റെ അല്ല വിഷയം. മനുഷ്യരാകുന്ന ഏതൊരു വ്യക്തിയും, അമുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ, ഈ ലഹരി ഉപയോഗിക്കാൻ പാടില്ലല്ലോ സഹോദരങ്ങൾ. എത്ര കുടുംബങ്ങളാണ് തകർക്കപ്പെടുന്നത്, എത്ര കുടുംബങ്ങളാണ് ഇല്ലാതാകുന്നത്. അവസാനം ഇതെല്ലാം തിരിച്ചു വരാൻ ഡി അഡിക്ഷൻ സെന്ററൊക്കെ ഉപകരിക്കും. അതാണ് നിസാം എന്ന ചെറുപ്പക്കാരൻ, അയാൾ തിരിച്ചു വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതാണ്, ഞാനിപ്പോ അതൊക്കെ നിർത്തി. അയാൾ പറയാൻ, ഇപ്പൊ അതൊക്കെ നിർത്തി, ഇപ്പൊ നന്നായി. ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് സ്വയം തന്നെ എന്റെ മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ചു, ഇത് വലിയ തെറ്റാണ്, പാതകമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അങ്ങനെയാണ്, തിരിച്ചു വരൽ വളരെ പ്രയാസമാണ്. അവസാനം എത്തുക വിഷാദ രോഗത്തിന്മേലാണ്. ഭയങ്കര ദുഃഖമായിരിക്കും, ദുഃഖം തളം കെട്ടി നിൽക്കും, ജീവിക്കാൻ തന്നെ താല്പര്യമില്ല. ഇത് ഉപയോഗിക്കാൻ സാധനം കിട്ടാതെ വരുമ്പോൾ ഉമ്മാടെ താലിമാല എടുത്ത് വിൽക്കും, വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റും, സമ്പത്ത് അടിച്ചു മാറ്റും. കൂടുതലായിട്ട് ഉപയോഗം പിന്നെയും കൂടുകയാണ്. ദിവസം കഴിയുന്നതോറും അടിശം കൂടുകയാണ്. 1-2 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവന്റെ പല്ലുകൾ മുഴുവൻ കൊഴിയാൻ തുടങ്ങും. വായിക്കാത്ത ഒരൊറ്റ പല്ലുണ്ടാവൂല, നേരെ ചുവള്ളൊന്നും ഉണ്ടാവൂല, വേറെ രീതിയിലേക്ക് എത്തിപ്പെടുകയാണ്. ആരോഗ്യമല്ല ശരിക്കും, എല്ലുകളൊക്കെ പൊടിയാണ്, ശരീരമാസകലം ബലഹീനരാകും. നമ്മുടെ മക്കളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. പുതിയ തലമുറ, അടുത്ത ഒരു ജനറേഷൻ ഏത് കോലത്തിലാകുമെന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, പരിപൂർണമായ കാവൽ നീ നസീബാക്കണേ അല്ലാ. പുതിയ തലമുറയാണ്, മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ലഹരിക്കടിമപ്പെട്ട യുഗത്തിലേക്ക് നമ്മുടെ മക്കളെത്തി. അള്ളാഹു കാക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്ക് നിങ്ങൾ, ഈ മെഡിക്കൽ അഹ്ലികാരുടെ അടുക്കലേക്കാണ് നമ്മൾ നാളെ ചികിത്സിക്കാൻ വേണ്ടി പോവാ.
എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടും? കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ ഒരാൾ സേഫ്റ്റി പിന്ന് വിഴുങ്ങിയതിന്റെ പേരിൽ അവിടെ ചികിത്സിക്കാൻ വേണ്ടി വന്നു. എന്റെ നാട് കോട്ടയമാണ്. അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്ക് സേഫ്റ്റി പിന്ന് വിഴുങ്ങിയതിന്റെ പേരിൽ, അത് തുറന്നായിരിക്കുന്നത്, സാധനം ഒന്ന് എടുക്കണമെന്ന് കരുതിയിട്ട് ഡോക്ടർമാരെടുത്ത് വന്നു. അവസാനം ഡോക്ടർമാർ എന്ത് ചെയ്തു? ഓപ്പറേഷൻ ചെയ്തെന്നാൽ പിന്നെ അത് എടുക്കാന്ന് കരുതി അവന്റെ വയറ് തുറന്ന് സേഫ്റ്റി പിന്നൊക്കെ എടുത്തു കൊടുത്തു. ആചാരം പറഞ്ഞ് വീട്ടിൽ വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് മൂപ്പർക്ക് വയറുവേദന മാറുന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വയറ്റിനകത്ത് എന്തൊക്കെയുണ്ട്. ഇനി കുഞ്ഞ് വളരുകയാണെന്ന് പേടിച്ച് വേഗം കൊണ്ടുപോയി വീണ്ടും എന്ത് ചെയ്തു? ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം ഓപ്പറേഷൻ ചെയ്ത മെഡിക്കൽ കോളേജിലേതാകുന്ന പ്രൊഫസർ അയാൾ ഓപ്പറേഷൻ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ഗ്ലൗസും യൂണിഫോമും ഒക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനകത്ത് വെച്ച് മുസല്ലയൊക്കെ വെച്ച് മടക്കി തയ്ച്ചു വിട്ടേക്കുക. സേഫ്റ്റി പിൻ എടുത്തു കൊടുത്തു. നല്ല ഉദ്യോഗസ്ഥൻ. അവസാനം പോലീസുകാർ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ, ഇച്ചിരി അടിച്ചാലും സാറേ, സ്വല്പം കവട്ട അടിച്ചോണ്ടാ കയറിയത്. ആലോചിച്ചോ, ഇതൊക്കെയാണ് മെഡിക്കൽ കോളേജിലാന്ന് ഓർത്തോണം. ഇങ്ങോട്ടാ നമ്മൾ പോകുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാട് ഇനി അങ്ങോട്ട് പോകേണ്ടി വരുമെന്ന്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കി. സേഫ്റ്റി പിന്നെ എടുത്തു കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത്? അയാളുടെ കയ്യുറയും ഗ്ലൗസും മുസല്ലയൊക്കെ ചെരിപ്പൊക്കെ അതിനകത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുന്നി കെട്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് പൊയ്ക്കോളാൻ പറയും. ആലോചിച്ചു. ഒരു സേഫ്റ്റി പിൻ എടുക്കാൻ വേണ്ടി പോയത്, അതെടുത്തിട്ട് അവസാനം അതിനേക്കാൾ വലിയ ഗുരുമാര് വെച്ച് പൊതിഞ്ഞു വിട്ടേക്കുക. ഇതൊക്കെയാണ് ഡോക്ടർമാര്. അപ്പൊ അവരുടെ പിള്ളേരും എങ്ങനെ? ഇത് പണ്ടൊരുത്തന്നെ അടിച്ച സംഭവം ഈ പറയുന്നത്. അയാൾ സാധനം അടിച്ചിരിക്കുകയായിരുന്നു, മണിച്ചം വാട്ടർ അടിച്ചതാണ്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സിന്തറ്റിക് അടിച്ചാൽ പിള്ളേർ നിൽക്കുന്നത്. ചിലപ്പം ലിവറും ഇതെല്ലാം എടുത്ത് വെളിയിലോട്ട് എടുക്കും. സേഫ്റ്റി പിന്നിന്റെ കൂട്ടത്തിൽ വയറെല്ലാം കൂടെ ക്ലീൻ ആക്കി കൊടുത്തേ മൊത്തം ഇങ്ങെടുക്കും. അതാണിപ്പോ പുതിയ തലമുറയുടെ പരിപാടി. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ, മക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് വെറുതെ പറഞ്ഞല്ല, പത്രവാർത്തയാണ് ഈ പറയുന്നതൊക്കെ. വെറുതെ ഒരു കാര്യവും പറയുന്നില്ല. ശരിക്കും മനസ്സിലായിക്കോ. അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം നീ നസീബാക്കണേ അല്ലാ. لعن رسول الله صلى الله عليه وسلم في الخمر عشرة അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ 10 പേരെ ശപിച്ചുവത്രേ. 10 ആളുകളെ ശപിച്ചിരിക്കുകയാണ്. ആരൊരുവനാണോ കള്ള് ഉണ്ടാക്കുന്നത് അവനെ അല്ലാഹു ശപിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ലഹരി ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചുവത്രേ. തീർന്നില്ല. അത് കുടിക്കുന്നവനെയും അത് ഉപയോഗിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ലഹരിയുടെ സാധനങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഡ്രൈവർമാരില്ലയോ? ഞാൻ ബീവറേജിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാ. ഞാൻ അവിടേക്കുള്ള കള്ളുകൾ കൊണ്ടുപോകുന്ന ജോലിയാണ്. ഞാൻ ഡ്രൈവറാണ്. ഇന്ന് വരെ കള്ള് ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല. അത് വണ്ടിയിലേക്ക് ആരെങ്കിലും എടുത്തു വെക്കും. ഉസ്താദേ, ഞാൻ വണ്ടി ഓടിക്കുന്ന ജോലി മാത്രമാണെന്ന് പറയരുതേ. അത് വഹിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിവരം മോനെ നീ അറിയണേ. തീർന്നില്ല. വൽ മഹ്മൂലതൈലൈ, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വസാഖിയഹാ വബായിഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബീവറേജുകളിൽ, കള്ള് ഷാപ്പുകളിൽ കള്ള് ഒഴിച്ചു കൊടുക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവരില്ലയോ? ഞാൻ ഇന്ന് വരെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഉസ്താദേ. ഞാൻ അവിടെ യൂണിഫോം ഇട്ടുകൊണ്ട് ആളുകൾ കടന്നു വരുമ്പോ ഓരോ പാർട്ടികളിലും കള്ള് ഒഴിച്ചു കൊടുക്കുന്ന ജോലിയാണ്. വലിയതാകുന്ന കല്യാണത്തിന്റെ സദസ്സുകൾ പോലും കള്ള് ഒഴിച്ചു കൊടുക്കുന്നതായ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ?
പഠിച്ചു വെക്കണേ പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. നീ കള്ളു കുടിച്ചിട്ടില്ലെങ്കിലും അത് ഒഴിച്ചു കൊടുക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. അത് വിൽക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ഇത് കച്ചവടം ചെയ്തിട്ട് അതിലുണ്ട് ഷെയർ വാങ്ങിയിട്ട് അത് ഭരിക്കുന്നതായ ആളുകളില്ലയോ? 10 ആളുകൾ കൂടി ഷെയർ ചേർന്ന് ബീവറേജ് നടത്തുന്നു. അതിന്റെ ഷെയർ കൈപ്പറ്റിക്കൊണ്ട് ബാങ്കിലേക്ക് വരുന്ന അതിന്റെ തുക കൃത്യമായി കിട്ടുന്നതാകുന്ന പൈസ അത് ഹറാമായ ധനമാണ്. അത് കൊണ്ടുപോയി തിന്നുന്ന മുസ്ലിമില്ലേ, സഹോദരങ്ങളില്ലേ? ഷെയർ അത്തരത്തിൽ കള്ളിന്റെ വിഷയത്തിൽ ഷെയർ ചേർന്ന് ബിസിനസിൻ്റെതാകുന്ന തലവന്മാരായ ആളുകളില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഹറാമാണ്, ഹറാമാ. തീർന്നില്ല. വൽ മുസ്തരിയ ലഹാ വൽ മുസ്തറാത ലഹു. ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞതായ കള്ളുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരെ, അത് വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, കടയിൽ പോയി അത് വാങ്ങുന്നവരെ, ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ, ഇന്ന് വരെ അത് കുടിച്ചിട്ടില്ല, മുതലാളിക്ക് വേണ്ടി ഞാൻ വാങ്ങാൻ ബീവറേജിന്റെ മുന്നിൽ കൂനിന്നതാണ്, സാധനം വാങ്ങിച്ച് മുതലാളിക്ക് കൊടുത്തതാണ്, പാടില്ല ജീവനക്കാരാ. വൽ മുസ്തരിയ ലഹാ, അത് വാങ്ങുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വൽ മുസ്തറാത ലഹു, ആർക്ക് വേണ്ടിയിട്ടാണോ നീ വാങ്ങുന്നത്? മുതലാളി ഇരുന്ന് ഓർഡർ കൊടുക്കുകയാണ്, പോയിട്ടില്ല, സാധനം വാങ്ങാൻ മറ്റൊരുത്തനെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. വാങ്ങുന്നവനെ മാത്രമല്ല, ആർക്ക് വേണ്ടി വാങ്ങുന്നവോ അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി 10 പേരെയാണ്, 10 ആളുകളെയാണ് ലഹരിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുള്ളത്. ആകിലഹാ വശാരിബഹാ ആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി വസാഖിയഹാ വബായിയഹാ വആകില ഫമനിഹാ വൽമുസ്തരിയ ലഹാ വൽമുസ്തറാത ലഹു. വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും കഴിക്കുന്നവരെയും കുടിപ്പിക്കുന്നവരെയും ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. സാര വിഷയമല്ല എന്നർത്ഥം. ലഹരി എന്നാ പറഞ്ഞത്. ഖംർ എന്ന പദം കള്ളെന്നല്ല അർത്ഥം വെക്കേണ്ടത്. പിന്നെന്താ? കുല്ലു മുഹമ്മരിൻ മുസ്കുറുൻ, ബുദ്ധിയെ മറക്കുന്ന വസ്തു എന്നാണ് ഖംറിന്റെ അർത്ഥം. എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ലഹരിയാണ്. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇത് നമ്മുടെ ഈമാനിനെ തെറ്റിച്ച് കളയും, ഈമാൻ പോകും, മനസ്സിലാക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ. ആരൊരുവൻ ലഹരി നുണഞ്ഞുവോ ഈമാൻ അവരിൽ നിന്ന് ഊരപ്പെട്ടു പോകുമേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ലഹരി നുണഞ്ഞിട്ടുള്ള ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, പൊട്ടച്ചിറ അൻവരിയുടെ തിരുമുറ്റച്ച് വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് നിങ്ങളോട് പറയട്ടെയോ, ലഹരി മുക്ത ജീവിതം നയിക്കൽ നിർബന്ധമാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്, സ്വഹാബത്തിനോട് പഠിപ്പിച്ചതാണ്. ഉമർ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അഫ്തിനാ ഫിൽ ഖംരി ശാഫിയൻ കാഫിയാ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ കള്ളിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു കൃത്യമായ രീതിയിലുള്ള ഒരായത്ത് ഇറക്കണേ റസൂലേ, ഒരു വിഷയം ഞങ്ങൾക്ക് അവതരിപ്പിക്കണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ
പരിശുദ്ധമായ ഖുർആനിലൂടെ കള്ളിനെ നിഷിദ്ധമായി ലോകത്തിന് പ്രഖ്യാപിക്കുകയാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് കള്ള് നിഷിദ്ധമായ ആയത്തുകൾ അല്ലാഹു നൽകുന്നത്. കള്ളിന്റെ വിഷയത്തെ കുറിച്ച് അല്ലാഹു പ്രതിപാദിക്കുന്നത് അവസാനമായി കള്ള് തീർത്തും ഹറാമാക്കിക്കൊണ്ട് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമാകുന്ന പ്രഖ്യാപനവുമായി സൂറത്തുൽ മാഇദ അവതരിക്കുകയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം വൽ അസ്ലാം റിജുസും മിൻ അമലി ശൈത്വാൻ فاجتنبوه لعلكم تفلحون. തീർച്ചയായും കള്ള് നിങ്ങൾ ഒഴിവാക്കണേ, ചൂതാട്ടം നിങ്ങൾ ഒഴിവാക്കണേ, നാട്ടുകൾ വെച്ചുള്ളതാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ. ഇതൊക്കെ നാളെ പരസ്പരബന്ധ കോടതിയിൽ വല്ലാതെ നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്. നിങ്ങൾ പരിപൂർണമായതിൽ നിന്ന് ഒഴിയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ പിശാച് നിങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്നറിയുമോ? പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ് ലഹരി നുണയൽ. ഈ ലഹരി നുണഞ്ഞാൽ, കഞ്ചാവ് അടിച്ചാൽ, ഹശീഷ് നുണഞ്ഞാൽ, MDMA അടിമപ്പെട്ടാൽ, LSD ഉപയോഗിച്ചാൽ, കല്ല് നിങ്ങൾ രുചിച്ചു നോക്കിയാൽ, പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടുപോയാൽ, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടത്തിലൂടെ, ഈ കള്ളിലൂടെ നിങ്ങളെ പിശാച് കൊണ്ടെത്തിക്കുന്നത് ദേഷ്യത്തിലേക്കാണ്, ശത്രുതയിലേക്കാണ്. ആരെ കണ്ടാലും ദേഷ്യമാണ്. സ്വന്തം പിതാവിനെ അടിക്കാൻ തുനിയുകയാണ്. സ്വന്തം മാതാവിനെ ജന്മം നൽകിയതിന്റെ പേരിൽ അറുകൊല ചെയ്യാൻ തയ്യാറാകുകയാ. അവരെ വെട്ടിക്കൊലപ്പെടുത്താൻ തയ്യാറാവുകയാണ്. കാരണം നിന്റെ ശരീരത്തിൽ പിശാച് കടന്നു കൂടിയിരിക്കുകയാണ്. പിശാചിന്റെ സ്വഭാവം നിന്നിലേക്ക് എത്തുകയാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് الصلاة فهل أنتم منتهون. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ സ്മരിക്കാൻ കൂട്ടാക്കുകയില്ല. അതിനുതകുന്ന നമസ്കാരത്തിന് പോലും അവൻ ഉണ്ടാവുകയേ ഇല്ല. കള്ളുകുടിക്കുന്നവർ അതിൽ നിന്ന് ഒഴിവാവുകയാണ്. ലഹരി നുണയുന്ന ചെറുപ്പക്കാർ നിസ്കാരത്തിൽ നിന്ന് പുറകോട്ട് വലിയുകയാണ്. അവരെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പിശാച് അടുപ്പിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട്, നിസ്കരിക്കുന്നതിനെ തൊട്ട് അവനെ കള്ള് തടയുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഫഹല്ലം തും മുന്തഹൂൻ, ഫഹല്ലം തും മുന്തഹൂൻ. കള്ളുകുടിച്ചുകൊണ്ട് ആറാടി ജീവിച്ചതാകുന്ന സമൂഹത്തോട് അള്ളാന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ നിർത്താൻ തയ്യാറാകുന്നില്ലേ മനുഷ്യ? നിങ്ങൾ എന്തുകൊണ്ട് നിർത്തുന്നില്ല? നിങ്ങൾ നിർത്താൻ തയ്യാറാകുന്നില്ലയോ? ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സ്വഹാബത്ത് കള്ളു കുടിച്ചുകൊണ്ടിരുന്നതാകുന്ന ഒരു വിഭാഗം ആളുകൾ ഉറക്കെ വിളിച്ചു പറയുകയാ, ഇന്തഹൈനാ യാ അല്ലാഹ്, ഇന്തഹൈനാ
യാ അല്ലാഹ്. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി കഴിഞ്ഞിരുന്നതാകുന്ന സമൂഹമാണ്. ഇന്നലെ വരെ കള്ളില്ലാത്ത ജീവിതമില്ല, കള്ളിന്മേൽ പരിപൂർണമായി നിലകൊള്ളുകയാണ്. അങ്ങനത്തതാകുന്ന ഒരു സമുദായമാണ്. അവരിതാ പരിപൂർണമായ കള്ള് ഒഴിവാക്കുകയാണ്. മദീനയിലെ തെരുവിലേക്ക് വലിയ വലിയതാകുന്ന വീപ്പകൾ നിറച്ചു വെച്ചിരുന്നതാകുന്ന കള്ളുകൾ പരിപൂർണമായി ഒഴിച്ചു കളയുകയാണ്. മദീനയിലെ തെരുവതാ നദികളായി, കള്ളിന്റെ നദികളായി മാറിയത്രേ. അത്രയേറെ കള്ളുകൾ വർഷങ്ങളായി ഒഴിച്ചു വെച്ചിരുന്ന, സൂക്ഷിച്ചു വെച്ചിരുന്നതായ ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ, കള്ള് നിഷിദ്ധമാണെന്ന് വന്നപ്പോ പരിപൂർണമായി ഒഴിവാക്കുകയാണ്. പരിപൂർണമായി ഒഴിവാക്കി. ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളോ 1400 വർഷം മുമ്പ് വിലക്കപ്പെട്ട സാധനം ഇന്ന് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഇന്ന് കൊണ്ടുവരിക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വീര്യമുള്ള സാധനങ്ങൾ ഗവൺമെന്റ് നിരോധിച്ചതാണ് നമ്മുടെ രാജ്യത്ത്. ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉമ്മത്താണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഇന്ന് ആ സിഗരറ്റ് ബാൻ ചെയ്തിട്ടുള്ള ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കൈവശം ആരാണ് എത്തിച്ചത്? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 7ാം ക്ലാസ്സിലും 8ലും 9ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൈവശം ഇതാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഞെട്ടിത്തരിക്ക് എവിടെ നിന്ന് ഇത് ആര് കൊണ്ടുവന്ന് കൊടുക്കുന്നു? അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇനി അടുത്തൊരു തലമുറ ഏത് കോലത്തിലേക്ക് പോകും എന്നുള്ളത് വലിയ ചിന്തനീയമാണ്. പുതിയ തലമുറകൾ മുതിർന്നവരെ ബഹുമാനിക്കാൻ തയ്യാറാകുന്നില്ല. 2024 വിട പറയുമ്പോൾ മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിൽ പ്രത്യേകമായിട്ട് അവർ അടയാളപ്പെടുത്തി, ഈ കഴിഞ്ഞ 2024 ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വാക്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള മലയാളികൾ ഉപയോഗിച്ച പദപ്രയോഗം ഏതാണ്? അവസാനം 31-ന്റെ എഡിറ്റോറിയൽ പേജിൽ അവർ തന്നെ കുറിച്ചിട്ടു. ഏറ്റവും കൂടുതൽ ആളുകൾ സർവേ നടത്തി പറഞ്ഞത് തന്തവൈബ് എന്നുള്ള വാക്കാണ്. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. എന്താണ് ഈ തന്തവൈബ് എന്ന് പറഞ്ഞാൽ? മുതിർന്നതാകുന്ന ആളുകൾ 40, 45, 50 വയസ്സൊക്കെ ഉള്ളതാകുന്ന വാപ്പമാരുടെ പ്രായമുള്ള ആളുകളുടെ വാക്കുകളെ, നന്മയുടേതാകുന്ന ഉപദേശങ്ങളെ പരിപൂർണമായി തൃണവൽഗണിക്കുന്നതാകുന്ന പുതിയ തലമുറ ഉപയോഗിക്കുന്ന വാക്കാണിത്. അവഗണനയുടെ വാക്കാണ്. അതൊന്നും വലിയ വാപ്പാടെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന അർത്ഥത്തിൽ പുതിയ തലമുറ ഇതിനൊക്കെ തള്ളിക്കളയാണ്. തന്തവൈബ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ രസാനുഭൂതിയുള്ള ജീവിക്കുവാൻ നമ്മുടെ മക്കളൊന്നും അത്തരത്തിലാവൂല എന്ന് ചിന്തിക്കുന്നവരെ തെറ്റി. എല്ലാ മക്കളെയും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നീട്ടില്ല, നിർത്താണ്. 2 മിനിറ്റ് ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരൊറ്റ ആയത്തോട് കേട്ടോ, തുടക്കത്തിൽ ഓതി വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹദറൂഹും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലുമുണ്ട്, അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും ശത്രുക്കളുണ്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ എല്ലാ ഇണകളും സൽവൃത്തരായിക്കൊള്ളണമെന്നില്ല. ചില ഭർത്താക്കന്മാർ കള്ളുകൂടിയന്മാരായിട്ട് നിലകൊള്ളുന്നവരുണ്ട്, അല്ലേ? എത്രയോ സ്ത്രീകളാ പരാതി പറയുന്നത്. വീട്ടിൽ വന്ന് ബഹളമാണ് ഉസ്താദേ, ഒച്ചപ്പാടും ബഹളവും. ഭാര്യയായിട്ട് അടി ഉണ്ടാക്കുന്നു, മക്കളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, അയൽവാസികളുമായി മക്കൾ ഉണ്ടാക്കുന്നു. ഈ അടുത്ത കണ്ടില്ലേ ഒരു സിനിമാ നടൻ തുണിയൊക്കെ പറിച്ചിട്ട് വീടിന്റെ മേൽക്കോലിരിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടില്ലേ? കണ്ട് വീഡിയോ കണ്ട് നല്ല സായുജ്യമാണ് ഞാൻ ഇരിക്കുക. ആയിക്കോട്ടെ, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതാണ് അവസ്ഥ. ഇവരുടെ പിറകെയാണ് ആളുകൾ പോകുന്നത്, അഭിനയത്തിന്റെ കുലപതികൾ. ഇവരെയൊക്കെ പിൻപറ്റിക്കൊണ്ട് അവരുടേതാകുന്ന ശൈലികളൊക്കെ അനുഭവിക്കാൻ, കള്ളുകുടിച്ചു കൂത്തരങ്ങളെ കാണിച്ചിട്ട് അയൽവാസികളെ പച്ച ചീത്ത വിളിക്കാൻ, തുണിയെല്ലാം പറിച്ചിട്ട് ആഭാസം കാണിക്കാൻ. ആലോചിച്ച് നോക്ക്. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ.
ഈ നടീനടന്മാരുടേതാകുന്ന അഭിനയത്തിന്റെ മികവ് കണ്ടിട്ട് എന്റെ മകനെ അത്തരത്തിലുള്ളതാകുന്ന അഭിനയ നേതാവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന രക്ഷിതാക്കളാണ് ഇന്ന് കൂടുതൽ. അല്ലാതെ ഖുർആന്റെ വാഹകനാക്കാനോ അള്ളാഹുവിന്റെ ദാക്കിരീയങ്ങളിൽപ്പെട്ടതാകുന്ന അമ്പങ്ങുന്ന് വീരാനൂരിയപ്പെ പോലെയുള്ള മഹത്തുക്കളിൽ ഉൾപ്പെടുത്തി ഒരു സൂഫീസ ജീവിതം നയിക്കുന്ന മഹൽ വ്യക്തിത്വത്തിലേക്ക് മാറാനോ പുതിയ തലമുറയ്ക്ക് ചിന്തയില്ല. അവരൊക്കെ അപരിഷ്കൃതർ, അവരൊക്കെ മോശപ്പെട്ട ആളുകൾ, അവരൊക്കെ ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാലിഹീങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയി. അവരൊക്കെ ലോകറിയാത്തതാകുന്ന വിഡ്ഢികളായിട്ടാണ് ആളുകളെ മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ അവരായിരുന്നു. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതന. അവരാണ് ബുദ്ധിമാന്മാർ. നമ്മൾ അവരെ അവഗണിക്കാൻ, അവരുടെ വാക്കുകളൊക്കെ തൃണവൽഗണിക്കുക, അവര് ലോകം തിരിയാത്തവരാണെന്ന് പറഞ്ഞ് കളിയാക്കി നടക്കാൻ. നമ്മളെന്നിട്ടോ ദുനിയാവ് വാരിപ്പുണരാൻ ഈ നടന്മാരുടെയും നടിമാരുടെയും പിറകെ കൂടുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടെന്താ മക്കളെയൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുപ്പിച്ചിട്ടൊന്ന് മുഖം കാണിച്ച ഒന്നോ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം കിട്ടിയ മാതിരിയാണ്. വീട്ടിൽ 2 ചാനലുകാർ വന്ന് തീർന്ന്. അവർക്ക് അതിനേക്കാൾ വലിയ സ്വർഗം വേറൊന്നുമില്ല. നമ്മളൊക്കെ അതിന്റെ പിറകിൽ ഓടുകയാണ്. മക്കളെ കൊണ്ട് എങ്ങനെയെങ്കിലും ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തയിലോടുകയാണ്. ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടം ഓടുകയാണ്, അതിന് പിറകെ ഓടുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു മകനെ ഹാഫിളാക്കാൻ കഴിഞ്ഞോ? ഒരു മകനെ ആലിമാക്കാൻ കഴിഞ്ഞോ? 4-5 മക്കളുള്ളതാകുന്ന ആളുകൾ ഈ സദസ്സിലില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ വർണ്ണമായ അനുഗ്രഹങ്ങൾ. എത്രയോ ആളുകൾ, കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. മക്കളില്ലാത്ത എത്രയോ പാവങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയതാകുന്ന മക്കളെ ഒരാളെയെങ്കിലും ആലിമാക്കാൻ, ഒരാളെയെങ്കിലും ഹാഫിളാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വേണ്ട, ഒരു ഹാഫിളിനെ, ഒരു ആലിമിനെ ദത്തെടുക്കാൻ, അവന്റെ കഫാലത്തെ ഏറ്റെടുക്കാൻ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ചെലവ് ഏറ്റെടുത്തത് ഖുർആൻ പറയുന്നുണ്ട്. വഖഫലഹാ സക്കരിയ. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ചെലവ് പരിപൂർണമായി ഏറ്റെടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു മഠം നിർമ്മിച്ച് മറിയം ബീബി റളിയല്ലാഹു അൻഹയെ അതിൽ വസിപ്പിച്ച് കൃത്യമായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം എന്ന് പരിശുദ്ധമായ ഖുർആൻ. ലോകത്താദ്യമായി കഫാലത്ത് എന്ന പദം പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിലാണ്. ആകയാൽ ആ ഒരു കഫാലത്ത് എന്ന് പറയുന്ന മഹനീയമായ പ്രക്രിയ ജീവിതത്തിൽ നടത്തി ഒരു മുതഅല്ലിമിനെയെങ്കിലും നെഞ്ചോട് ചേർത്ത് വെക്കാൻ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മൾ മുഖേന ഒരു ഹാഫിള് ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, തീർച്ചയായും സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനിന്റെ കാതലായ വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവല്ലക്കും, നിങ്ങളിൽ പെട്ടതാകുന്ന മക്കൾ, നിങ്ങളുടെ മക്കളിൽ ചിലർ, നിങ്ങളുടെ ഭാര്യമാരിൽ ചിലർ നിങ്ങൾക്ക് എതിരായേക്കാം, നിങ്ങളുടെ ശത്രുക്കളാകാം എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ അവർക്ക് ദീൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരാവോ? അല്ലാഹു കാക്കുമാറാവട്ടെ. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. വകതിരിവത്തി എന്നതായ കുത്തിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണെന്ന് ഫത്ഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തുകയാണ്. നമുക്കൊരു നബിയുണ്ട്, നബിയുടെ പേര് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി എന്നുള്ളത് മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കണം. വകതിരിവെത്തുമ്പോൾ ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് ആരെ കുറിച്ചാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഫത്ഹുൽ മുഈൻ എഴുതി പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ തർബിയത്ത് കൊടുക്കണം. അവരെ നന്മയുടെ വക്താക്കളാക്കണം. തിന്മയിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം. ഹറാമായ തലത്തിലേക്ക് മക്കൾ പോകാൻ പാടില്ല. അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളുടെ ശത്രുക്കളായി മാറാമെന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ശത്രുക്കളായേക്കാം. നിങ്ങൾ അവരെ ഉപദേശിച്ചിട്ടില്ല എങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാകാം. അതുകൊണ്ട് ഫഹ്ദറൂഹും, ഖുർആൻ പറയാ, നല്ല ജാഗ്രത വെച്ച് പുലർത്തണം മക്കളുടെ വിഷയത്തിൽ. ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഫഹ്ദറൂഹും ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ. മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് നാശമാണ്, നാശമാണ്. ദീനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടതാകുന്ന സമുന്നതരായ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി, ഉലമാക്കൾക്ക് വേണ്ടി, ഉമറാക്കൾക്ക് വേണ്ടി ദീനിനെ നിങ്ങൾക്ക് സഹായിക്കാൻ സമ്പത്ത് കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സമ്പത്ത് നിങ്ങൾക്ക് എതിരായി സാക്ഷിപത്രമാകുമേ. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. ഈ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് നാശമാണ്, നാശമാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോ നിങ്ങൾക്കെതിരായി സാക്ഷിപത്രമാകുമേ ഈ സമ്പത്തും ഈ സന്താനവുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടല്ലേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ, എല്ലാ സമുദായത്തിനും നശിക്കാനുള്ള കാരണമുണ്ട് സാബ. എല്ലാ സമുദായത്തിനും നശീകരണത്തിലേക്ക് പോകാനുള്ള ഒരു വസ്തുവുണ്ട് സാബ. വഫിത്നതു ഉമ്മതി അൽമാൽ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്ത് അധികരിക്കലാണ്, സമ്പത്ത് അധികരിക്കലാ. സമ്പത്ത് കൂടുമ്പോ മനുഷ്യൻ അല്ലാഹുവിനെ മറക്കുകയാണ്. സമ്പത്ത് കൂടുമ്പോ മനുഷ്യന് നമസ്കാരമില്ല, സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യന് ദിക്റില്ല, സമ്പത്ത് കൂടുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്നതായ വ്യക്തിയല്ല. അലിമീങ്ങളെ ബഹുമാനമില്ല, മുതഅല്ലിമീങ്ങളെ ആദരിക്കുന്നില്ല, ദീനീ സ്ഥാപനങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. സമ്പത്ത് കൂടുമ്പോ ദീനിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നശിക്കാൻ ഒരു കാരണമുണ്ട് സാബ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്താണ്, സമ്പത്ത് അധികരിക്കലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.